Okay, good afternoon, all of you. All of you mark your attendance. Okay. അപ്പൊ നമ്മള് 8ാമത്തെ ലെസൺ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സന പ്രസന്റ് ഇട്ടോളൂ എല്ലാവരും. അപ്പൊ 8ാമത്തെ ലെസൺ ആണ് നമ്മളിപ്പോ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ സന. 8 ലെസൺ ആയി നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 8ാമത്തെ ലെസൺ മുതൽ നമുക്ക് ഇനി എക്സാമിന് വരുന്നതാണ് കേട്ടോ. അതായത് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞുള്ളതാണ്. നമ്മളിപ്പോ 8ാമത്തെ ഒരു ലെസൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മളെ ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കം എന്ന 8ാമത്തെ ലെസൺ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെന്താ നമ്മൾ പറഞ്ഞു? ആരായിരുന്നു ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞു അല്ലെ? എന്താ പറഞ്ഞേ? വടക്കംപാട്ടുകളിൽ പരാമർശിക്കുന്ന ധീര വനിതയാണ് ആര്? ഉണ്ണിയാർച്ച അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ, വടക്കംപാട്ടുകളില് പരാമർശിക്കുന്ന ധീര വനിതയാണ് ഉണ്ണിയാർച്ച. ഉണ്ണിയാർച്ച പഴയ കോലത്ത് നാട്ടിലെ കടത്തനാട് നാട്ടുരാജ്യത്തെ പുത്തൂരം വീട് എന്ന കുടുംബത്തിലാണ് ജനിച്ചത് എന്ന് പറയുന്നു അല്ലെ? അതുപോലെ 16ാം നൂറ്റാണ്ടിലാണ് ഉണ്ണിയാർച്ച ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നത്. ഓക്കെ, പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ചെറുപ്പത്തിൽ തന്നെ ആയുധമുറകളൊക്കെ അഭ്യസിച്ച് നല്ലൊരു യോദ്ധാവായി ബാല്യകാലം മുതൽക്ക് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്താണ് ആയുധ മുറകളൊക്കെ അഭ്യസിച്ച് നല്ലൊരു യോദ്ധാവായി മാറിയ ആളാണ് ഉണ്ണിയാർച്ച. അപ്പോ ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ പാഠത്തിൽ പഠിച്ചത്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ മിസ് പറഞ്ഞത്. പടക്കംപാട്ടുകളെ പരാമർശിക്കുന്ന ഒരു ധീര വനിതയാണ് ഉണ്ണിയാർച്ച. ഏകദേശം ഒരു 16ാം നൂറ്റാണ്ടിലാണ് അവര് ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നത്. പിന്നെന്താ പറഞ്ഞേ? ഇന്നത്തെ വടകര പ്രദേശത്തെ പഴയ കോലത്ത് നാട്ടിലെ കടത്തനാട്ട് എന്ന നാട്ടുരാജ്യത്തെ പുത്തൂരം വീട്ടിലായിരുന്നു ഉണ്ണിയാർച്ചയുടെ ജനനം. അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആയുധമുറകളൊക്കെ അഭ്യസിച്ച് നല്ലൊരു യോദ്ധാവായി മാറിയ ആളാണ് ആര്? ഉണ്ണിയാർച്ച അല്ലെ? പെണ്ണുങ്ങളിൽ സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. പഴയ വടക്കംപാട്ടുകള് പരാമർശിക്കുന്ന ധീര വനിതയാണ് ഉണ്ണിയാർച്ച. ഓക്കെ, അപ്പൊ ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കത്തെ പറ്റിയാണ് നമ്മളിവിടെ പഠിച്ചത്. അത് നമ്മൾ കഴിഞ്ഞല്ലേ ലെസൺ? ഓക്കെ, നമ്മളതിന്റെ മീനിങ് ഒക്കെ പറഞ്ഞോ? ആക്ടിവിറ്റീസ് പറഞ്ഞോ കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, അപ്പോ ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കം. അപ്പൊ ഉണ്ണിയാർച്ച ആരായിരുന്നു എന്ന് മനസ്സിലായല്ലോ. വെറുതെ ഒരാളെ അണിഞ്ഞൊരുക്കല്ല പറഞ്ഞത് അല്ലേ? വടക്കംപാട്ടുകളെ പരാമർശിക്കുന്ന ധീര വനിതയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഉണ്ണിയാർച്ച അവരുടെ അണിഞ്ഞൊരുക്കത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഇപ്പൊ പുത്തൂരം വീട് എന്ന കുടുംബത്തിലാണ് ഉണ്ണിയാർച്ച ജനിച്ചത്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ ആയുധമുറകളൊക്കെ അഭ്യസിച്ച് നല്ലൊരു യോദ്ധാവായി മാറി ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, അതിനുശേഷം നമുക്ക് അതിന്റെ ആക്ടിവിറ്റീസിലേക്ക് പോകണം. ചന്ദനക്കല്ലിൻ്റെ അരികെ ചെന്നു ചന്ദനമുരസി കുറി വരച്ചു, കണ്ണാടി നോക്കി തിലകം തൊട്ടു, പീലിത്തിരിവു മൂടി കെട്ടിവച്ചു, അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി, കുങ്കുമം കൊണ്ടവൾ പൊട്ടുകൂത്തി, കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ടേ, മെയ്യാഭരണപ്പെട്ടി തുറന്നു വച്ചു, 7 കടലോടി വന്ന പട്ട്, പച്ചോലപ്പട്ട് ചുളിയും തീർത്തു, പൂക്കുലഞ്ഞൊറി വച്ചുടുക്കുന്നുണ്ട്, പൊൻതോടയിട്ട് ചമയുന്നുണ്ട്, കൊട്ടമ്പടി വച്ച പൊന്നരഞ്ഞാൺ മീതയഴകിന്നു പൂട്ടുന്നുണ്ട്, 7 ചുറ്റുള്ളൊരു പൊന്മാലയും മുത്തുപതിച്ചുള്ള മാലയല്ലോ, കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞു,
രാമായണം കൊത്തിവച്ചവളാം എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട് പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട് കൈവിരൽ കാറിനും പൊന്മോതിരം ചേർച്ചയോടങ്ങ് അണിയുന്നുണ്ട്. അപ്പോ വടക്കൻ പാട്ടുകളിലെ വരികളാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഉണ്ണിയാർച്ചേനെ പറ്റിയും കൂടുതലായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ വടക്കൻ പാട്ടിലെ ധീരവനിതയാണ് ഉണ്ണിയാർച്ച. ചെറുപ്പത്തിൽ തന്നെ എല്ലാ ആയുധമുറകളും അഭ്യസിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ മുതിരുമ്പോഴേക്ക് നല്ലൊരു യോദ്ധാവായി മാറി ഉണ്ണിയാർച്ച. അല്ലെ? 16-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. അതുപോലെ എന്താ, ഇന്നത്തെ വടകര പ്രദേശത്തെ പഴയ കോലത്ത് നാട്ടിലെ കടത്തനാട് നാട്ടുരാജ്യത്തെ പുത്തൂരം വീട് എന്ന തറവാട്ടിലായിരുന്നു ഉണ്ണിയാർച്ച ജനിച്ചു എന്നും കരുതപ്പെടുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താ പറയുന്നത്? പദങ്ങളുടെ അർത്ഥം. അത് നമ്മൾ കുറെ കാര്യം പറഞ്ഞു. തിലകം, പൊട്ട്. തിലകം, പൊട്ട് ആണ് തിലകം. നെക്സ്റ്റ് അഞ്ജനം. അഞ്ജനം കണ്ണിൽ എഴുതുന്ന മഷി, അല്ലെ? കൺമഷി. കൺമഷിക്കാണ് അഞ്ജനം എന്ന് പറയാറ്. ഓക്കെ, നെക്സ്റ്റ് മെയ്യാഭരണം. ശരീരത്തിൽ അണിയുന്ന ആഭരണം. മെയ് എന്ന് പറഞ്ഞ ശരീരം. മെയ് ശരീരം, മേനി എന്നൊക്കെ പറഞ്ഞ ശരീരം എന്നാണ് അർത്ഥം. തോട കാതിലണിയുന്ന ആഭരണം, അല്ലെ? കാതിൽ അണിയുന്ന, അതായത് കമ്മല്, അല്ലെ? പൊന്മുടി പൊന്നിൻ കിരീടം. അതിന് പര്യായം നോക്കിയേ. കണ്ണാടി. കണ്ണാടി അറിയില്ലേ? മുഖം നോക്കുന്ന കണ്ണാടി. പുരം, മങ്കുരം. മെയ്യ്, മേനി, ശരീരം, തൊടുകുറി, പൊട്ട്, കടൽ. കടൽ നമ്മൾ പഠിച്ചിട്ടില്ലേ ഓൾറെഡി? സാഗരം. നെക്സ്റ്റ് നാനാർത്ഥം നമ്മൾ പറഞ്ഞു ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ. മുടി. ഒന്ന് തലമുടി, നമ്മുടെ മുടിയില്ലേ തലമുടി. നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞത് നമ്മള്? കിരീടം. ഒക്കെ പറയില്ലേ കിരീടം? കൊടുമുടി. എവറസ്റ്റ് കൊടുമുടി എന്നെല്ലാം കേട്ടിട്ടില്ലേ? എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിട്ടുണ്ട് കൊടുമുടി. ഓക്കെ, അങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങളില് നമ്മള് മുടി എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് മാതൃക നോക്കി പൂരിപ്പിക്കുക. ചന്ദനക്കല്ല്. എങ്ങനെയാണ്? ചന്ദന അധികം തന്നിട്ടുണ്ട്, അതുപോലെ താഴെ തന്നത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തേ. പീലിത്തിരുമുടി. പീലി അധികം തിരുമുടി. ആവണി സന്തോഷ്, ഏബൽ ബിനോയ്, മുഹമ്മദ് കെ. വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരിക്കണം ക്ലാസ്സിൽ. ഓക്കെ, അപ്പോ പീലി തിരുമുടി, പീലി അധികം തിരുമുടി. എഴുതിക്കോ. പീലി. കേൾക്കുന്നില്ലേ മക്കളെ? കേൾക്കാം ടീച്ചർ. യെസ്, ഓക്കെ. അപ്പൊ പീലി തിരുമുടി. പീലി പ്ലസ് തിരുമുടി. ഇത്ത വേണ്ട. ഓക്കെ, നെക്സ്റ്റ് പച്ചോലപ്പട്ട്. എങ്ങനെയാ? അവിടെയും ദ്വിത്വസന്ധിയിലാ ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പ വേണ്ട. പച്ചോല പ്ലസ് പട്ട്. മനസ്സിലായില്ലേ? അടുത്തത് മെയ്യാഭരണ പെട്ടി. എങ്ങനെയാ പിരിച്ചെഴുതുക? എങ്ങനെയാ മക്കളെ മെയ്യാഭരണ പെട്ടി പിരിച്ചെഴുതുക? മെയ്യ് പ്ലസ് ആഭരണ പെട്ടി. ഓക്കെ, പച്ചോലപ്പട്ട് എങ്ങനെ എഴുതല്? പച്ചോല പ്ലസ് പട്ട്. ഇപ്പ വേണ്ട, വെറും പട്ട്. ഇപ്പ എഴുതരുത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ എങ്ങനെയാ നോക്കിയേ? കണ്ണെഴുതി. എങ്ങനെയാ? കണ്ണ് പ്ലസ് എഴുതി. ഓക്കെ, കൊണ്ടവൾ. കൊണ്ട് പ്ലസ് അവൾ. കൊണ്ട് പ്ലസ് അവൾ. കൊണ്ട് ചന്ദ്രകലയാണ് വേണ്ടത്. കൊണ്ട് പ്ലസ് അവൾ. നെക്സ്റ്റ് നോക്കിയേ. ചേർത്തണിഞ്ഞു. ചേർത്ത്. അവിടെയൊക്കെ വരുന്നത് അതേ രീതിയിലാണ്. ചേർത്ത് പ്ലസ് അണിഞ്ഞു. ഓക്കെ, അടുത്തത് ചേർച്ചയോട്. ചേർച്ചയോട്. ചന്ദ്രകല. ചേർച്ചയോട്
പ്ലസ് അങ്ങ്. ചേർച്ച പ്ലസ് ഓടങ്ങല്ല കേട്ടോ, ചേർച്ചയോട് പ്ലസ് അങ്ങ്. എഴുതിയോ എല്ലാവരും? ലക്ഷ്മിപ്രിയ, എന്താണ് ഡൗട്ട്? പറഞ്ഞു. ഈ കൊണ്ടവൾ എന്നുള്ളത് കൊണ്ട് പ്ലസ് അവൾ എന്നല്ലേ? ആ, കൊണ്ട് ചന്ദ്രക്കല ഇടണം. കൊണ്ട് പ്ലസ് അവൾ. ഓക്കെ, നെക്സ്റ്റ് എല്ലാവരും അതിന് ചന്ദ്രക്കല വരും. ചേർച്ചയോട് പ്ലസ് അവൾ. മനസ്സിലായില്ലേ? പ്ലസ് അണിഞ്ഞു അല്ലേ മിസ്സേ? ഏത്? ആ, ചേർത്ത് പ്ലസ് അണിഞ്ഞു. അടുത്തത് ചേർച്ചയോട് പ്ലസ് അങ്ങ്. മിസ് മെയ്യാഭരണപ്പെട്ടി അങ്ങനെ എഴുതല്? മെയ്യ് പ്ലസ് ആഭരണപ്പെട്ടി, അല്ലെങ്കിൽ മെയ്യാഭരണം പ്ലസ് പെട്ടി. രണ്ട് ശരിയാണ്. മെയ്യാഭരണം പ്ലസ് പെട്ടി, അല്ലെങ്കിൽ മെയ്യ് പ്ലസ് ആഭരണം പ്ലസ് പെട്ടി എന്ന് എഴുതാം പിരിച്ചെഴുതുമ്പോ. ഇനി ചേർച്ചയോട് പ്ലസ് അങ്ങ്. ഇനി മൂന്നാമത്തെ എങ്ങനെയാ നോക്കിയേ? കസ്തൂരി കളഭങ്ങൾ. എങ്ങനെയാ പിരിച്ചു തന്നിട്ടില്ല അവര്? കസ്തൂരിയും കളഭവും എന്നുള്ളത് അതേപോലെയാണ് താഴെ തന്നിരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത്. ആ മാതൃക നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ കൈകാലുകൾ, കയ്യും കാലും. കൈകാലുകൾ, കയ്യും കാലും. അടുത്ത മാതാപിതാക്കൾ എങ്ങനെ വരും? ഗ്രേസ് എഴുതുന്നില്ലേ മോളെ? എഴുതിയേ. ആ, എങ്ങനെയാ മാതാപിതാക്കൾ എന്നുള്ളത് വരുവാ? മാതാവും. വെരി ഗുഡ്, മാതാവും പിതാവും. അടുത്ത സുഖദുഃഖങ്ങൾ, സുഖവും ദുഃഖവും. സുഖവും ദുഃഖവും. സുഖദുഃഖങ്ങൾ, സുഖവും ദുഃഖവും. ഓക്കെ, ക്ലിയർ അല്ലേ? മാതാപിതാക്കൾ പറഞ്ഞു. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പേരൻസ്, അച്ഛനും അമ്മയും. അപ്പൊ എങ്ങനെയാ എഴുതേണ്ടത്? മാതാവും പിതാവും. മാതാവും പിതാവും. അപ്പൊ നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതുപോലെയാണ് പിരിച്ചെഴുതേണ്ടത് കേട്ടോ. മേലെ തന്നിട്ടുണ്ട് കസ്തൂരിയും കളഭവും. അതേപോലെ കൈകാലുകൾ, കയ്യും കാലും. മാതാപിതാക്കൾ, മാതാവും പിതാവും. സുഖദുഃഖങ്ങൾ, സുഖവും ദുഃഖവും. ഓക്കെ, അതുവരെ ക്ലിയർ ആണോ? എല്ലാവരും എഴുതിയോ? രണ്ടാമത്തേലും മൂന്നാമത്തേത് പറഞ്ഞുതരോ? രണ്ടാമത്തേലും മൂന്നാമത്തേത് ചേർത്തണിഞ്ഞു. ചേർത്ത് പ്ലസ് അണിഞ്ഞു. അതല്ല മിസ് അതിന്റെ താഴത്തത്. അപ്പോ ഏതാണ്? രണ്ടാമത്തേലും മൂന്നാമത്തേലേ മോൻ ചോദിച്ചേ? അതിന്റെയും താഴത്തെ ചേർച്ചയോടങ്ങാണോ? അല്ല, മൂന്നാമത്തേല് രണ്ടാമത്തതാ? മൂന്നാമത്തേല് ഇപ്പൊ നാലാമത്തത്. ആ, സുഖദുഃഖങ്ങൾ, സുഖവും ദുഃഖവും. ഒന്നുകൂടി വേണമെങ്കിൽ വായിക്കാം. ചന്ദനക്കല്ല്, ചന്ദന പ്ലസ് കല്ല്. പീലി തിരുമുടി, പീലി പ്ലസ് തിരുമുടി. പച്ചോലപ്പട്ട്, പച്ചോല അധികം പട്ട്. മെയ്യാഭരണപ്പെട്ടി, മെയ്യാഭരണം പ്ലസ് പെട്ടി, അല്ലെങ്കിൽ മെയ്യ് പ്ലസ് ആഭരണപ്പെട്ടി. നെക്സ്റ്റ് കണ്ണെഴുതി, കണ്ണ് പ്ലസ് എഴുതി. കൊണ്ടവൾ, കൊണ്ട് പ്ലസ് അവൾ. ചേർത്തണിഞ്ഞു, ചേർത്ത് പ്ലസ് അണിഞ്ഞു. ചേർച്ചയോടങ്ങ്, ചേർച്ചയോട് പ്ലസ് അങ്ങ്. അടുത്തത് കസ്തൂരി കളഭങ്ങൾ, കസ്തൂരിയും കളഭവും. അതേപോലെയാണ് താഴെ തന്നിരിക്കുന്നത് എഴുതേണ്ടത്. എങ്ങനെ? കൈകാലുകൾ, കയ്യും കാലും. മാതാപിതാക്കൾ, മാതാവും പിതാവും. സുഖദുഃഖങ്ങൾ, സുഖവും ദുഃഖവും. ഇതിലുണ്ട്. ആ, പറഞ്ഞോ. ആരാ എന്നെ വിളിച്ചേ? എന്താണ് മോളെ? ശരിക്കും പറഞ്ഞേ, എന്താണ്? നാലാമത്തതില്ലേ? നാലാമത്തെ പറയട്ടെ? നാലാമത്തെ പറയാനേ വരുന്നേ. അടുത്ത പേജിലല്ലേ നാലാമത്തെ? ആ,
മീതെ പ്ലസ് അഴകിന്, മീതെ അഴകിന്. മാല പ്ലസ് അല്ലോ, മാലയല്ലോ. യ, മാലയല്ലോ. പൊൻതോട പ്ലസ് ഇട്ടു, പൊൻതോട ഇട്ടു. എല്ലാത്തിനും യായാണ് അവിടെ വരുന്നത്. യ. ആദ്യത്തെ മീതയഴകിന്, മാലയല്ലോ, പൊൻതോട പ്ലസ് ഇട്ടു, പൊൻതോട ഇട്ടു. യാക്ക് ഈ ചിഹ്നം. ഓക്കെ, വെരി ഗുഡ് ജോസി. മാലയല്ലോ, പൊൻതോട ഇട്ടു. ഇനി വിശദീകരിക്കേണ്ട വാക്കുകൾ നമ്മളെ പാഠത്തിന്റെ സമയത്ത് തന്നെ പറഞ്ഞാണത്. എന്തൊക്കെയാ? പീലി തിരുമുടി, മയിൽപീലി പോലെ മിനുസമാർന്നവും മനോഹരവുമായ മുടി എന്ന് പറഞ്ഞു അല്ലെ. അടുത്തെന്താ നമ്മൾ പറഞ്ഞേ? കളഭം, അകിൽ, ചന്ദനം, മാഞ്ചി, കുങ്കുമം, കോട്ടം, ഇരുവേലി, ഗുൽഗുലു, രാമച്ചം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന കറിക്കൂട്ട്. ഇതാണ് കളഭം എന്ന് പറഞ്ഞു. അടുത്തത് കസ്തൂരി, പ്രത്യേകതരം മാനിൽ നിന്നെടുക്കുന്ന സുഗന്ധ വസ്തു. 7 കടലോടി വന്ന പട്ട്, 7 കടലുകൾക്ക് അപ്പുറത്ത് നിന്നും കൊണ്ടുവന്ന അപൂർവവും അമൂല്യവുമായ പട്ടുവസ്ത്രം. അപൂർവം വളരെ വിരളമായത്, അമൂല്യം വിലപിടിപ്പുള്ള അല്ലേ, വിലമതിക്കാൻ പറ്റാത്തത്. ഇനി കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൻ, പ്രത്യേക രീതിയിൽ പണിതുണ്ടാക്കുന്ന സ്വർണ്ണ എരഞ്ഞാണം. അരഞ്ഞാണം എല്ലാവർക്കും അറിയാലോ. ഇനി രാമായണം കൊത്തിവെച്ച വള, രാമായണ കഥാസംബന്ധമായ ചിത്രങ്ങൾ കൊത്തിവെച്ച വള, കൊത്തിയ വളയാണ്, അതാണ് ഉദ്ദേശിച്ചത്. ഇനി ഉത്തരങ്ങള് അല്ലെ, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഉണ്ണിയാർച്ച അണിഞ്ഞൊരുങ്ങുന്നത് എങ്ങനെ? എങ്ങനെയായിരുന്നു ഉണ്ണിയാർച്ച അണിഞ്ഞൊരുങ്ങിയത്? ആദ്യത്തെ വരികളൊക്കെ അതാ പറഞ്ഞത്. എങ്ങനെയാ? ചന്ദന അടുത്ത് കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്. അപ്പൊ എങ്ങനെ എഴുതണം? ചന്ദനക്കല്ലിന്റെ അടുത്തിന് ചന്ദനം ഉരസി കുറിവരച്ചും, കണ്ണാടി നോക്കി തിലകം തൊട്ടും, പീലി തിരുവടി കെട്ടിവെച്ചും, പിന്നെയോ അഞ്ജനം കൊണ്ട് കണ്ണെഴുതിയും, കുങ്കുമം കളഭങ്ങൾ പൂശിയുമാണ് ഉണ്ണിയാർച്ച അണിഞ്ഞൊരുങ്ങിയത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് എന്നാ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? ഉണ്ണിയാർച്ചയുടെ ആഭരണ പെട്ടിയിൽ ഉണ്ടായിരുന്നത് എന്തെല്ലാം? എന്തെല്ലാമായിരുന്നു ഉണ്ണിയാർച്ചയുടെ ആഭരണ പെട്ടിയിൽ ഉണ്ടായിരുന്നത്? 7 കടലോടി വന്ന കൊട്ടമ്പടി പൊന്നരഞ്ഞാൻ. 7 കടലോടി വന്ന പട്ട്, 7 കടലുകൾക്ക് അപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന അപൂർവവും അമൂല്യവുമായ പട്ടുവസ്ത്രവും, പ്രത്യേക രീതിയിൽ പണിതുണ്ടാക്കുന്ന സ്വർണ്ണ എരഞ്ഞാണും, രാമായണ സംബന്ധമായ ചിത്രങ്ങൾ കൊത്തിവെച്ച വളയും, 7 ചുറ്റുള്ള ഒരു മാലയുമാണ് ഉണ്ണിയാർച്ചയുടെ ആഭരണ പെട്ടിയിൽ ഉണ്ടായിരുന്നത് അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുമ്പോ വിശദീകരിച്ച് എഴുതേണ്ടത്. ആൻസർ ആയിട്ട് എങ്ങനെ? 7 കടല് എന്താണ്? 7 കടലുകൾക്ക് അപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന അപൂർവവും അമൂല്യവുമായ പട്ടുവസ്ത്രവും, പ്രത്യേക രീതിയിൽ പണിതുണ്ടാക്കുന്ന സ്വർണ്ണ എരഞ്ഞാണും, രാമായണ കഥാസംബന്ധമായ ചിത്രങ്ങൾ കൊത്തിവെച്ച വളയും, 7 ചുറ്റുള്ള ഒരു മാലയുമാണ് ഉണ്ണിയാർച്ചയുടെ ആഭരണ പെട്ടിയിൽ ഉണ്ടായിരുന്നത്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ നോക്കാം. മെയ്യാഭരണപ്പെട്ടി തുറക്കുന്നതിന് മുമ്പ് ഉണ്ണിയാർച്ച എന്തെല്ലാമാണ് ചെയ്തത്? ഉണ്ണിയാർച്ച ചന്ദനക്കല്ലിന്റെ അരികിൽ ചെന്നിട്ട് ചന്ദനം കുറി വരയ്ക്കുകയും കണ്ണാടി നോക്കി തിലകം തൊടുകയും പീലി തുരുമണി കെട്ടുവെക്കുകയും കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്. മയിൽപീലി പോലെ മിനുസമാർന്നവും മനോഹരവുമായ മുടി കെട്ടിവെക്കുകയും, കസ്തൂരി കളഭങ്ങൾ പൂശുകയും, ചന്ദനം ഉരസി കുറിവരക്കുകയും, അഞ്ജനം കൊണ്ട് കണ്ണെഴുതുകയുമാണ് മെയ്യാഭരണപ്പെട്ടി തുറക്കുന്നതിന് മുമ്പ് ഉണ്ണിയാർച്ച ചെയ്തത്. ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് മെയ്യാഭരണപ്പെട്ടി തുറന്നിട്ട് എല്ലാം ധരിച്ചത് അല്ലെ, ആഭരണങ്ങളൊക്കെ ധരിച്ചത്. ആദ്യം ബാക്കിയുള്ള കാര്യങ്ങളെ മുടിയൊക്കെ കെട്ടിവെച്ചു, സാരിയൊക്കെ നിലപത്തി ഉടുത്തു അല്ലെ, അതിനുശേഷം കുറിയൊക്കെ വെച്ചു, ചന്ദനമൊക്കെ വെച്ചു, എന്തൊക്കെയുണ്ട് അതൊക്കെ പൂശി കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഭംഗി ചെയ്തതിന് ശേഷമാണ് എന്ത്? മെയ്യാഭരണപ്പെട്ടി, ശരീരത്തിൽ അണിയേണ്ട ആഭരണപ്പെട്ടി തുറന്നത് അല്ലെ. ഓക്കെ, അപ്പൊ 3 ക്വസ്റ്റ്യൻ ആൻസറേ അതിലുള്ളൂ അല്ലേ.
ആ ഒരു പദ്യം ശരിക്കും കാണാതെ പഠിച്ചാൽ തന്നെ അതൊക്കെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ ആൻസർ അല്ലേ. പിന്നെ എന്താ പറഞ്ഞേ, അനുബന്ധ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. എന്ത്? വടക്കം പാട്ടുകളിലോ മറ്റു പാട്ടുകളിലോ ഉള്ള സമാനമായ ഭാഗങ്ങൾ എഴുതിയെടുത്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നെക്സ്റ്റ് എന്താ പറഞ്ഞേ, പലതരം നാടൻ പാട്ടുകൾ ശേഖരിക്കുക. മൂന്നാമത്തെ നോക്കിയേ, രസകരമായ ഏതാനും നാടൻ പാട്ടുകൾ ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കുക. നിങ്ങൾ കേട്ട് നോക്കിയോ പാട്ടുകൾ ഏതെങ്കിലും? ഇതേ പാട്ട് നല്ല രീതിയിൽ ഞാൻ പാടിയ പോലെ ഒന്നല്ല, നല്ല സൂപ്പർ ആയിട്ട് കേൾക്കാൻ നല്ല സുഖമുള്ള രീതിയിൽ പാടുന്നുണ്ട് നമുക്ക് യൂട്യൂബിൽ കേൾക്കാൻ. അന്ന് മിസ് കേൾപ്പിച്ചതല്ലാതെ തന്നെ ഉണ്ട്, നല്ല രീതിയിലുണ്ട്. ഞാൻ പാടിയതൊന്നല്ലേ, ഞാൻ അതുപോലെ അല്ലേ അല്ല, നല്ല രീതിയിൽ നല്ല സുഖമുള്ള, നിങ്ങളൊന്ന് കേട്ട് നോക്കണം. ചന്ദനക്കല്ലിന്റെ ഇങ്ങനെ അടിച്ചു മാത്രം കൊടുത്താൽ മതി. എന്ത്? ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കത്തിന്റെ പാട്ട്, അല്ലെങ്കിൽ ചന്ദനക്കല്ലിന്റെ അരികെ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വടക്കം പാട്ടുകളിലെ ഈ വരികൾ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, നല്ല നീറ്റിൽ കേൾക്കാൻ പറ്റുവേ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാനിവിടെ ലെസൺ പ്ലാനിൽ ഇതെല്ലാം എഴുതി വെക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോ ആ ഒരു പാഠം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം, അപ്പോ ആദ്യം തന്നെ എന്ത് ചെയ്യണം, അത് എഴുതിയതിന് ശേഷം നോട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ ആൻസർ മാത്രം, ബാക്കിയുള്ളത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതണം. എന്നിട്ട് അത് പഠിക്കുകയും വേണം കേട്ടോ. ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനം എടുത്തോ, ഇന്ന് മുതലുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് തന്നെ ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ സെമസ്റ്റർ 2ലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പാഠം മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ വായിക്കുകയും ചെയ്യുക, അതുപോലെ നോട്ട് കംപ്ലീറ്റ് എഴുതിയതിന് ശേഷം അത് പഠിക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലെ ഒപ്പിക്കൽസ് നടക്കില്ല കേട്ടോ. റെഗുലർ ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾ എഴുതുന്നില്ല, പഠിക്കാത്തവരുണ്ടാവും, നോട്ട് കംപ്ലീറ്റ് ആക്കാത്തവരുണ്ടാവും. ഇതൊക്കെ നമുക്കറിയാം. നിങ്ങൾ എത്ര പേര് നോട്ട് കൃത്യമായി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര പേര് നോട്ട് സബ്മിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്കറിയാം അല്ലേ. കുറെ പേരോട് 5 ഫോട്ടോസ് സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് എത്ര പേര് കൃത്യസമയത്ത് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവരവർക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പോ ഇനി അങ്ങനെ നടക്കൂല. ഈ ഒരു ഭാഗം മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, അന്നു തന്നെ എഴുതി അന്നു തന്നെ അത് സബ്മിറ്റ് ചെയ്യാൻ എല്ലാ സബ്ജക്റ്റിന്റെയും ശ്രമിക്കുക. കാരണം റെഗുലർ ക്ലാസ്സിന് വരുമ്പോൾ നമ്മൾ കൃത്യമായി കാണും. ഓക്കെ ഹന്ന, വെരി ഗുഡ്, ഹന്ന എഴുതി. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അടുത്ത 9ാമത്തെ ലെസൺ ആണ് എടുക്കാനുള്ളത് അല്ലെ. 9ാമത്തെ ലെസൺ എന്താണ് പാഠത്തിന്റെ നെയിം? യെസ് പറഞ്ഞു ഹന്ന. മാതൃക നോക്കി പൂരിപ്പിക്കാല്ലേ. ഒന്നാമത്തേലെ 4ാമത്തെ ഇല്ലേ, മെയ്യാഭരണപ്പെട്ടി. പറഞ്ഞു. അത് മെയ്യാഭരണ പ്ലസ് പെട്ടി നിലവല്ലേ, അവിടെ ഉദാഹരണത്തില് ചന്ദന പ്ലസ് കല്ല് നില കൊടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെയല്ലേ വരുന്നത്? അല്ല, ശരിക്കും മാതൃക നോക്കി പൂരിപ്പിക്കുമ്പോ മുകളിലുള്ളതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ 2 രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മെയ്യാഭരണ പ്ലസ് പെട്ടിയും പിന്നെ മെയ്യ് പ്ലസ് ആഭരണ പെട്ടിയും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ലാന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിക്കോ, ചന്ദന പ്ലസ് കല്ലിന്ന് അല്ല എഴുതിയേ. അതുപോലെ തന്നെ മെയ്യാഭരണ പ്ലസ് പെട്ടീന്ന് എഴുതിക്കോ കേട്ടോ. പിരിച്ചെഴുതുമ്പോ അങ്ങനെ 3 വിധത്തിൽ വേണമെങ്കിൽ പിരിക്കാം. എങ്ങനെ? ഒന്ന് മെയ്യ് പ്ലസ് ആഭരണ പെട്ടീന്ന് എഴുതാം, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ മാതൃക നോക്കി ഫില്ല് ചെയ്യാൻ പറഞ്ഞോണ്ടാണ് ഹന്നക്ക് ആ ഒരു ഡൗട്ട് വന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ എഴുതിക്കോ. മാതൃക നോക്കി ആവുമ്പോ അതേ രീതിയിലാണ് വേണ്ടത്. ഇപ്പൊ 3 രീതിയിൽ പിരിച്ചെഴുതാം. എങ്ങനെ? മെയ്യ് പ്ലസ് ആഭരണ പ്ലസ് പെട്ടീന്ന് എഴുതാ, മെയ്യാഭരണ പ്ലസ് പെട്ടീന്ന് എഴുതാ, അടുത്ത മെയ്യ് പ്ലസ് ആഭരണ പെട്ടീന്ന് എഴുതാം. അപ്പൊ ഇവിടെ മാതൃക നോക്കി ചെയ്യേണ്ടതുകൊണ്ട് മെയ്യാഭരണ പ്ലസ് പെട്ടീന്ന് എഴുതിക്കോ കേട്ടോ. ഇപ്പൊ എഴുതല്ലേ. ഓക്കെ, കുഴപ്പമില്ലല്ലോ അങ്ങനെ. അങ്ങനെ എഴുതിയാൽ മാതൃക നോക്കി പൂരിപ്പിക്കാനാ പറഞ്ഞിട്ടില്ല. അതേപോലെ മാതൃക പോലെ തന്നെ എഴുതിക്കോ. ഓക്കെ, ഇനി 9ാമത്തെ ലെസൺ അല്ലേ. എന്താണ്? പേര് നോക്കി ഒന്ന് വായിച്ചു നോക്കി. ആർക്കും കിട്ടുന്നുണ്ടോ വായിക്കാൻ? സർവജ്ഞാന പീഠം കയറിയ ശ്രീശങ്കരൻ. അത് എന്ത് പീഠം കയറിയേ? ഒന്നുകൂടി വായിച്ച്. സർവജ്ഞാന കയറിയ ശ്രീശങ്കരൻ അല്ലെ. സർവജ്ഞ പീഠം കയറിയ ശ്രീശങ്കരൻ. ശ്രീശങ്കരനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശങ്കരാചാര്യനെ പറ്റിട്ട്? എനിക്ക് വേറൊരു ഡൗട്ടും കൂടെ ഉണ്ട്. പറഞ്ഞോ മോളെ. ഈ ശങ്കരന് കേട്ടിട്ടുണ്ട്. പറഞ്ഞു. വടക്കം പാട്ടൊക്കെ ആരെ എഴുതിയേ? വടക്കം പാട്ടുകളെല്ലാം കുറേ ഉണ്ട്. അത് ആരാ എഴുതിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വടക്കം പാട്ടുകൾ ഓക്കെ 16
16-ാം നൂറ്റാണ്ടിലാണ് ഉണ്ണിയാർച്ച ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. അത് ഉറപ്പില്ല കാര്യമല്ലാന്ന് തോന്നുന്നു, അതാ അങ്ങനെ പറഞ്ഞു കേട്ടോ, കരുതപ്പെടുന്നു. പിന്നെ പുത്തൂരം വീട്, പക്ഷെ ഇത്രയും ഒരു കൃത്യമായി പറയുമ്പോൾ ഉണ്ടായിരുന്നു, പഴയ ഒരു വടക്കം പാട്ടുകളിൽ പരാമർശിക്കുന്ന ധീര വനിതയാണ് ആര്യ ഉണ്ണിയാർച്ച എന്നും പറഞ്ഞു അല്ലെ. പിന്നെ പുത്തൂരം വീട്ടിലായിരുന്നു ജനനം എന്ന് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, ഞാൻ ഒന്ന് നോക്കിട്ട് പറയാ കേട്ടോ. പാട്ട് കേട്ടിട്ടുണ്ട്. ഏതാണ് ജോസി പറഞ്ഞു? ഉണ്ണിയാർച്ച പുത്തൂരം വീട്ടിലാണ് ജനിച്ചത് പറഞ്ഞില്ലേ, പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാം പൂക്കൾ അളവുള്ളവരായിരുന്നു പാടില്ലേ, ചൊല്ലറ അതുപോലെ കേട്ടിട്ടുണ്ട് ഞാൻ. പുത്തൂരൻ വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു അല്ലേ, കേട്ടിട്ടുണ്ട് അല്ലേ വരികള്? നോക്കിയാൽ മതി, കുറെ പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ കേൾക്കാം നിങ്ങൾക്കത്. ഞാൻ അന്ന് കാണിച്ചതിന് ഉണ്ണിയാർച്ച ജനിച്ചതെന്ന് പറഞ്ഞപ്പോ ഈ പാട്ട് ഓർമ്മ വന്നു, അങ്ങനെ പറഞ്ഞതാ. അതെ അല്ലേ, ഉണ്ണിയാർച്ചനെ പറഞ്ഞ സമയത്ത് അല്ലേ. ആണുങ്ങളായി പിറന്നവരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു അല്ലെ, ഇതൊക്കെയാണ് അതിലത്തെ വരികൾ. 9-ാം പാഠത്തിലെ ഹെഡിങ് ഒന്നുകൂടെ പറഞ്ഞേ. സർവജ്ഞാനം എന്നാണ്. സർവജ്ഞ പീഠം കയറിയ ശ്രീ ശങ്കരൻ. നോക്കിയേ, വായിച്ചു നോക്കിയേ. സർവജ്ഞ പീഠം കയറിയ ശ്രീ ശങ്കരൻ. ശ്രീ ശങ്കരൻ. ഓക്കെ, നോക്കാം എന്താണെന്നല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം, നമുക്ക് വൃത്തിയിൽ പഠിക്കുന്ന അടുത്ത ദിവസം പഠിക്കാൻ സമയം ഉണ്ടാവും. ഓക്കെ, ഒന്ന് വായിക്കാം ഞാൻ ആ ഇത്. കാലടി എന്ന ഗ്രാമം. ഒരു സായാഹ്നത്തിൽ ഒരമ്മയും അവരുടെ 8 വയസ്സുള്ള മകനും പെരിയാറ്റിൽ കുളിക്കാൻ ചെന്നു. പതിവ് പോലെ ആ ബാലൻ നദിയിലിറങ്ങി നീന്തി കുളിക്കാൻ തുടങ്ങി. അസ്തമ സൂര്യന്റെ സുന്ദര കിരണങ്ങളേറ്റ് സ്വതവേ ഓമനത്തമാർന്ന ആ മുഖം കൂടുതൽ മനോഹരമായി. പെട്ടെന്നാണ് ആ അത്യാഹിതം ഉണ്ടായത്. നീന്തി കുളിച്ചുകൊണ്ടിരുന്ന ബാലന്റെ കാലുകൾ നിശ്ചലമായി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. അവന്റെ പാദങ്ങൾ ഒരു മുതലയുടെ വായിൽ അകപ്പെട്ടിരുന്നു. ഈർച്ചവാൽ പോലുള്ള അതിന്റെ വായ്ക്കുള്ളിൽ നിന്നും പാദങ്ങൾ വലിച്ചെടുക്കാൻ സാധ്യത. മുതലയുടെ. അവൻ തീരെ ഭയപ്പെട്ടില്ല. കാരുണ്യമൂർത്തിയായ ഭഗവാൻ തന്നെ രക്ഷിക്കുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. തീരത്ത് നിൽക്കുകയായിരുന്ന അവന്റെ മാതാവ് ആ ഭീകരമായ കാഴ്ച കണ്ട് സഹായത്തിനായി മുറവിളി കൂട്ടി. പക്ഷെ ആരും അവനെ രക്ഷിക്കാൻ അവിടെ വന്നില്ല. മുതല കൂടുതൽ ശക്തിയോടെ കുമാരന്റെ കാലുകൾ കടിച്ചു താഴ്ത്തി തുടങ്ങി. തത്സമയം ആ ബാലൻ വിളിച്ചു പറഞ്ഞു, അമ്മേ, സന്യസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ മുമ്പൊരിക്കൽ അമ്മയോട് പറഞ്ഞിരുന്നു. എന്നെ നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി അമ്മ അന്ന് സമ്മതിച്ചില്ല. ഇന്നൊരു പക്ഷേ സന്യസിക്കാൻ അനുവാദം തന്നാൽ ഈ ക്രൂരനക്രം പിടിവിടുമായിരിക്കും. മറ്റെന്തിനേക്കാളുമേറെ സ്വപുത്രനെ സ്നേഹിച്ചിരുന്ന ആ മാതാവ് ഉടനെ പറഞ്ഞു, മകനെ, നിന്റെ ഇഷ്ടം പോലെ സന്യസിക്കാൻ ഞാനിതാ അനുമതി തന്നിരിക്കുന്നു. ആ നിമിഷം തികച്ചും അത്ഭുതകരമായ ആ മുതല ബാലനെ വിട്ട് വെള്ളത്തിൽ മറഞ്ഞു. ബാലൻ യാതൊരു അപകടവും കൂടാതെ കരയ്ക്ക് കയറി അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അമ്മ മകനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. ആരായിരുന്നു ആ അത്ഭുത ബാലൻ? മഹാകവിയും മഹാജ്ഞാനിയുമായിരുന്ന ശ്രീ ശങ്കരാചാര്യരായിരുന്നു ആ അത്ഭുത ബാലൻ. ക്രിസ്തബ്ദം 7ഉം 8ഉം നൂറ്റാണ്ടുകളിൽ ഭാരതത്തിൽ ഹിന്ദുമതം ആകെ ക്ഷയിച്ചു പോയിരുന്നു. ജൈന ബുദ്ധമതങ്ങളുടെ തള്ളിക്കയറ്റമായിരുന്നു അതിന് പ്രധാന കാരണം. ഹിന്ദുമതം നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന കാലത്താണ് ശ്രീ ശങ്കരാചാര്യരുടെ ജനനം. അത് AD 788 എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. കാലടിയിൽ കൽപ്പള്ളിയിലെത്തി ശിവഗുരു എന്ന ബ്രാഹ്മണനായിരുന്നു ശങ്കരന്റെ പിതാവ്. ആര്യ അന്തർജനമായിരുന്നു അമ്മ. ശങ്കരന്റെ 3ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. കുട്ടിക്കാലം കഴിയുന്നതിനു മുമ്പ് തന്നെ വേദങ്ങളിൽ അന്യാദൃശ്യമായ പാണ്ഡിത്യം സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 8ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത്. അതിനുശേഷം ശങ്കരൻ സ്വഭവനത്തിൽ താമസിച്ചില്ല. നർമ്മദാ നദിയുടെ തീരത്ത് ചെന്ന് പ്രസിദ്ധ ജ്ഞാനിയും പണ്ഡിതനുമായിരുന്ന ഗൗഡപാദരുടെ ശിഷ്യനായി. അവിടെ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കാശിയിൽ പോയി കുറെ നാൾ ബ്രഹ്മോപാസകനായി കഴിച്ചുകൂട്ടി.
പിന്നീട് കുറച്ചു കാലം ബദരി ആശ്രമത്തിൽ താമസിച്ചു. ഇവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ വേദാന്ത സൂത്രഭാഷ്യം രചിച്ചത്. വീണ്ടും കാശിയിൽ ചെന്ന് വലിയ മീമാംസ പണ്ഡിതനായിരുന്ന മണ്ഡലമിശ്രനെ വാദത്തിൽ തോൽപ്പിച്ചു. മണ്ഡലമിശ്രൻ സുരേശ്വരൻ എന്ന പേര് സ്വീകരിച്ച് ആചാര്യരുടെ ശിഷ്യനായി. ശൃംഗേരിയിൽ താമസിക്കുന്ന കാലത്ത് തന്റെ മാതാവ് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആചാര്യൻ മനസ്സിലാക്കി. ശങ്കരാചാര്യർ ഉടനെ കേരളത്തിലേക്ക് പുറപ്പെട്ടു. ആസന്ന മരണയായി കിടക്കുന്ന സ്വമാതാവിനെയാണ് അവിടെ കണ്ടത്. പുത്രന്റെ മടിയിൽ തലവെച്ച് ആ മാതാവ് ഇഹലോകവാസം വെടിഞ്ഞു. അമ്മയുടെ മൃതദേഹം സംസ്കരിക്കാൻ ശങ്കരാചാര്യർക്ക് വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. നാട്ടിലെ മറ്റു ബ്രാഹ്മണരൊന്നും അദ്ദേഹത്തെ സഹായിച്ചില്ല. സന്യാസിയായി നാടുവിട്ടുപോയ അദ്ദേഹം അവരുടെ കണ്ണിൽ ജാതി ഭ്രഷ്ടനായിരുന്നു എന്നതാണ് കാരണം. അമ്മയുടെ മരണശേഷം അദ്ദേഹം കേരളം മുഴുവനും സഞ്ചരിച്ചു. പിന്നീട് അന്നത്തെ ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രമായിരുന്ന കാശ്മീരത്തിൽ പോയി. അവിടെ അന്നത്തെ സകല പണ്ഡിതരുമെയും വാദത്തിൽ തോൽപ്പിച്ച് സർവജ്ഞ പീഠം കയറി. അതിനുശേഷം അദ്ദേഹം വടക്ക് ഹിമാലയത്തിലുള്ള ബദരിയിലും കിഴക്ക് പുരിയിലും പശ്ചിമഭാഗത്ത് ദ്വാരകയിലും ശൃംഗേരി മാതൃകയുള്ള ഓരോ സന്യാസി മഠം സ്ഥാപിച്ചു. വേദാന്തത്തിൽ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ശങ്കരാചാര്യർ. സൗന്ദര്യലഹരി, ഭജഗോവിന്ദം, ബ്രഹ്മസൂത്ര ഭാഷ്യം തുടങ്ങിയ അനേകം വേദാന്ത കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ മഹാകർമ്മങ്ങൾക്ക് ശേഷം AD 820 തന്റെ 32ാമത്തെ വയസ്സിൽ ശങ്കരാചാര്യർ സമാധിയായി. അപ്പൊ ആരാണ് ശങ്കരൻ എന്ന് മനസ്സിലായോ ഇപ്പോ? അല്ലേ? ആരായിരുന്നു? മഹാകവിയും മഹാജ്ഞാനിയുമായിരുന്ന ശ്രീ ശങ്കരാചാര്യരായിരുന്നു ആ അത്ഭുത ബാലൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ശങ്കരാചാര്യരെ കുറിച്ച് ആണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം അല്ലെ? സർവജ്ഞപീഠം കയറിയ ശ്രീ ശങ്കരൻ, അതായത് പറഞ്ഞിട്ടുണ്ട് ഇതില് സർവജ്ഞപീഠം എവിടെയൊക്കെ പോയി സകല പണ്ഡിതന്മാരെയും വാദത്തിൽ തോൽപ്പിച്ച് ആണ് അദ്ദേഹം സർവജ്ഞപീഠം കയറിയത് അല്ലേ? കുറെ പണ്ഡിതന്മാരുള്ള വാദത്തിലൊക്കെ അവരെയൊക്കെ തോൽപ്പിച്ച് ജയിച്ചുകൊണ്ടാണ് സർവജ്ഞപീഠം കയറിയ ശ്രീ ശങ്കരൻ എന്ന് പേര് വന്നത് അല്ലേ? അപ്പൊ ശങ്കരാചാര്യരെ കുറിച്ചാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? കാലടി എന്ന ഗ്രാമം ഒരു സായാഹ്നത്തിൽ, സായാഹ്നം എന്താ അർത്ഥം? സായാഹ്നം ഒരു സായാഹ്നത്തിൽ, സായാഹ്നം വൈകുന്നേരമാണ് അല്ലെ? ഒരു സായാഹ്നത്തിൽ ഒരമ്മയും അവരുടെ 8 വയസ്സുള്ള മകനും പെരിയാറ്റിൽ കുളിക്കാൻ ചെന്നു. പെരിയാറില് കുളിക്കാൻ ചെന്നു. പതിവ് പോലെ ആ ബാലൻ നദിയിൽ ഇറങ്ങി നീന്തി കുളിക്കാൻ തുടങ്ങി. ബാലൻ എന്ന് പറഞ്ഞാരാ? കുട്ടി അല്ലേ? ബാലൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? പേരല്ല ഇവിടെ ഉദ്ദേശിച്ചു കേട്ടോ. ആ ബാലൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടി നദിയിലിറങ്ങി നീന്തി കുളിക്കാൻ തുടങ്ങി. അസ്തമയ സൂര്യന്റെ സുന്ദര കിരണങ്ങളേറ്റ് സ്വതവേ ഓമനത്തമാർന്ന ആ മുഖം കൂടുതൽ മനോഹരമായി അല്ലേ? സ്വതവേ സുന്ദരനായിരുന്നു, ഓമനത്തൻ ഉള്ളവനായിരുന്നു. അപ്പൊ അസ്തമയ വൈകുന്നേരത്തെ ആ സൂര്യന്റെ സുന്ദര കിരണങ്ങളേറ്റ് എങ്ങനെയുള്ള കുട്ടി? പൊതുവെ ഓമനത്വമുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടി കൂടുതൽ സുന്ദരനായി, കൂടുതൽ മനോഹരനായി എന്നാണ് പറഞ്ഞത്. മനോഹരമായി. ഓക്കെ, ഇപ്പോ കിരണം എന്ന് പറഞ്ഞ എന്താ അർത്ഥം മക്കളെ? കിരണം, രശ്മി. കിരണം, രശ്മി. അപ്പൊ ആ ഒരു പാരഗ്രാഫത്തെ കാലടി എന്ന ഗ്രാമം ഒരു സായാഹ്നത്തെ, ഒരു വൈകുന്നേരത്തെ ഒരമ്മയും അവരുടെ 8 വയസ്സുള്ള മകനും കൂടെ ഇവിടെ പെരിയാറ്റിൽ കുളിക്കായിരുന്നു. പതിവ് പോലെ, എല്ലാ ദിവസവും പോലെ, അതായത് കൃത്യമായി ചെയ്യുന്ന കാര്യമാണ്. പതിവ് പോലെ ആ ബാലൻ, ആ കുട്ടി നദിയിലിറങ്ങി നീന്തി കുളിക്കാൻ തുടങ്ങി. അസ്തമയ സൂര്യന്റെ സുന്ദര കിരണങ്ങളേറ്റ് സ്വതവേ ഓമനത്തമാർന്ന ആ മുഖം കൂടുതൽ മനോഹരമായി. അപ്പോ നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു. പെട്ടെന്നാണ് അത്യാഹിതം ഉണ്ടായത്. എന്താണ് അത്യാഹിതം? അത്യാഹിതം, ആപത്ത്. നീന്തി കുളിച്ചുകൊണ്ടിരുന്ന ആ ബാലന്റെ കാലുകൾ നിശ്ചലമായി. എന്തുകൊണ്ടാണ് നിശ്ചലമായത്? നിശ്ചലം, അനങ്ങാൻ പറ്റാത്തത് അല്ലെ? ചലിക്കാത്തത്, നിശ്ചലം. അപ്പൊ നിശ്ചലമായി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. എന്താ ഉണ്ടായത്? മുതലയുടെ വായിൽ അകപ്പെട്ടിരിക്കുന്നു. ഈച്ചവാൽ പോലുള്ള അതിന്റെ വായ്ക്കുള്ളിൽ നിന്നും പാദങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. മുതല് കടിച്ചാ പിന്നെ പിടിച്ചിട്ടേ എടുക്കൂ അല്ലെ? മനുഷ്യനെ കൊണ്ടുപോകും. അപ്പോ ഈച്ചവാൽ പോലുള്ള അതിന്റെ വായ്ക്കുള്ളിൽ നിന്നും പാദങ്ങൾ വലിച്ചെടുക്കാൻ സാധ്യമല്ല. അത്രയും മുറുകെ പിടിച്ചിട്ടുള്ളത് അല്ലെ?
ആ 2 പാരഗ്രാഫേ നമ്മൾ ഇന്ന് എടുത്തുള്ളൂ. ഒന്നുകൂടി വായിക്കാം. കാലടി എന്ന ഗ്രാമം. ഒരു സായാഹ്നത്തിൽ ഒരമ്മയും അവരുടെ 8 വയസ്സുള്ള മകനും പെരിയാറ്റിൽ കുളിക്കാൻ ചെന്നു. പതിവ് പോലെ ആ ബാലൻ നദിയിലിറങ്ങി നീന്തി കുളിക്കാൻ തുടങ്ങി. അസ്തമയ സൂര്യന്റെ സുന്ദര കിരണങ്ങളേറ്റ് സ്വതവേ ഓമനത്തമാർന്ന ആ മുഖം കൂടുതൽ മനോഹരമായി. പെട്ടെന്നാണ് ആ അത്യാഹിതം ഉണ്ടായത്. അത്യാഹിതം, ആപത്ത്. നീന്തി കുളിച്ചുകൊണ്ടിരുന്ന ആ ബാലന്റെ കാലുകൾ നിശ്ചലമായി, അല്ലെ, ചലിക്കാത്ത അവസ്ഥയിലായി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. അവന്റെ പാദങ്ങൾ ഒരു മുതലയുടെ വായിൽ അകപ്പെട്ടിരിക്കുന്നു. ഈർച്ചവാൾ പോലുള്ള അതിന്റെ വായ്ക്കുള്ളിൽ നിന്നും പാദങ്ങൾ വലിച്ചെടുക്കാൻ സാധ്യമല്ല. ഇത്രയാണുള്ളത്. ഓക്കെ, ആരെങ്കിലും ഒരാളത് വായിച്ചോ? മിസ്സേ ഞാൻ വായിക്കാം. ജോസി. ഓക്കെ. അല്ല മിസ്സേ ഹന്നയോ? ആരെങ്കിലും ഒരാൾ വേണ്ടിരുമേക്കോ? 1 മിനിറ്റേ ഉള്ളൂ. മിസ്സേ ഞാനാ പറഞ്ഞേ, ഞാൻ വായിക്കാം. മിസ്സേ ഞാൻ വായിക്കട്ടെ. പാഠം 9. സർവജ്ഞപീഠം കേറിയ ശ്രീ ശങ്കരൻ. കാലടി എന്ന ഗ്രാമം. ഒരു സായാഹ്നത്തിൽ ഒരമ്മയും അവരുടെ 8 വയസ്സുള്ള മകനും പെരിയാറ്റിൽ കുളിക്കാൻ ചെന്നു. പതിവ് പോലെ ആ ബാലൻ നദിയിലിറങ്ങി നീന്തി കുളിക്കാൻ തുടങ്ങി. അസ്തമ സൂര്യന്റെ സുന്ദര കിരണങ്ങളേറ്റ് സ്വതവേ ഓമനത്തമാർന്ന ആ മുഖം കൂടുതൽ മനോഹരമായി. പെട്ടെന്നാണ് ആ അത്യാഹിതം ഉണ്ടായത്. നീന്തി കുളിച്ചുകൊണ്ടിരുന്ന ബാലന്റെ കാലുകൾ നിശ്ചലമായി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. അവന്റെ പാദങ്ങൾ ഒരു മുതലയുടെ വായിൽ അകപ്പെട്ടിരിക്കുന്നു. ഈർച്ചവാൾ പോലുള്ള അതിന്റെ വായ്ക്കുള്ളിൽ നിന്നും പാദങ്ങൾ വലിച്ചെടുക്കാൻ സാധ്യമല്ലായി. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ നമ്മളെ പാഠത്തിന്റെ ആക്ടിവിറ്റീസ് മുഴുവൻ നിങ്ങൾ നോട്ടിലൊക്കെ പകർത്തി എഴുതണം. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇന്ന് തന്നെ തരും. 3 എണ്ണേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആൻസർ തരും. അപ്പൊ ഇന്ന് മുതൽ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഇന്ന് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. റെഗുലർ ക്ലാസ്സിന് വരുമ്പോ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ. ഓക്കെ, സെമസ്റ്റർ 2 എഴുതിയതിനു ശേഷം സെൻഡ് ചെയ്ത് തരണേ. പറഞ്ഞോ. സെമസ്റ്റർ സെക്കൻഡ് പാർട്ട്